പരീക്ഷിത് മഹാരാജാവിന്റെ വിവിധ ചോദ്യങ്ങൾ, അന്വേഷണങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. 13ാമത്തെ ശ്ലോകത്തില് കാലത്തെ കുറിച്ച് പറയുന്നു. കാലം എന്ന് പറഞ്ഞാല് കാലോസ്മ്യഹം എന്ന് ഭഗവാൻ പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ, ഞാൻ കാലമാകുന്നു എന്ന്. അപ്പോൾ ഒരു മനുഷ്യൻ തന്നെ തൻ്റെ സമയത്തെ എങ്ങനെയാണോ ചിട്ടപ്പെടുത്തുന്നത് അതിനനുസരിച്ചായിരിക്കും അവന്റെ ജീവിതത്തിലെ ഉയർച്ച. ആ സമയത്തിൽ അവൻ കിടന്ന് ഉറങ്ങുകയാണ്, അലസമായിട്ട് അവൻ സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ അവന്റെ ജീവിതം എങ്ങനെയായിരിക്കാം? അധോഗതിയിലേക്ക് പോകും അല്ലെ. അതേസമയം ആ സമയത്തെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് വിനിയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാ പ്രവൃത്തികളും കർമ്മങ്ങളിലും നിരതനായി ഇരുന്നു കഴിഞ്ഞാൽ അയാൾക്ക് ജീവിത വിജയം തന്നെ നേടാൻ കഴിയും. അപ്പോൾ കാലത്തെ നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഉയർന്ന ഒരു ഉന്നതമായ ഒരു കാര്യമാണ്. ഇവിടെ ചോദിക്കുന്നതും ഇതന്നാണ്. കാലം, ദീർഘമായ കാലം, അതുപോലെ ഹ്രസ്വമായ കാലം രണ്ടുമുണ്ട്. ചിലർക്ക് ആയുസ് പരിമിതമായിരിക്കും, ചിലർക്ക് ആയുസ് ദൈർഘ്യം കൂടുതലായിരിക്കും. അപ്പൊ ഈ പ്രവർത്തനത്തെ കുറിച്ച്, അതിനെ അനുഗമിക്കുന്നതിനെ കുറിച്ച്, അത് എങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകള് ഡിഫറെന്റ് ആയിട്ടുള്ള കർമ്മം ചെയ്യുന്നു. പലതരത്തിലുള്ള ആളുകൾ പലതരത്തിലുള്ള കർമ്മങ്ങളായിരിക്കാം ചെയ്യുന്നത്. അപ്പൊ അതിനനുസരിച്ച് അവർക്ക് ഏത് തരത്തിലുള്ള ലോകമാണ് ലഭിക്കുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ ചിലർക്കുള്ള ആയുസ് കുറവായിരിക്കും, ചിലർക്ക് ആയുസ് കൂടുതലായിരിക്കും അല്ലെ. ആ സമയം പക്ഷെ ആയുസ് കുറവുള്ളവർ തന്നെ, ഇപ്പൊ കുഞ്ഞു കുട്ടികള് നമ്മൾ പലരെയും കാണാറുണ്ട്. കുഞ്ഞു കുട്ടികള് ഭക്തിയുദ്ധ സേവനം ചെയ്ത് അവർക്ക് സമയം കുറവാണെങ്കിൽ അവരെന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ ഭഗവാന്റെ ആ ഒരു ഗോലോകധാമത്തിലേക്ക് എത്താനായിട്ട് കഴിയും. പക്ഷെ 100 വർഷക്കാലം ജീവിച്ചാലും ഒന്നും മനസ്സിലാക്കാതെ യഥാർത്ഥ ഭക്തി എന്ത് എന്ന് കേട്ടാലും നമ്മുടെ ചെവിയിലൂടി കേൾക്കുന്നു എന്നല്ലാണ്ട്, ഏതോ ഒരു ഉപമ പറയും, പാമ്പിന്റെ ചെവി എന്നെന്തോ അല്ലെ. എത്ര കേട്ടിട്ടും യാതൊരു ഗുണവുമില്ല. അതനുസരിക്കാൻ തയ്യാറല്ല, ഗുരുവിനെ സ്വീകരിക്കാൻ തയ്യാറല്ല. ഭഗവാനിലേക്ക് എത്താനുള്ള യഥാർത്ഥ പാത ഇതാണ് എന്നറിഞ്ഞാലും എനിക്ക് അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അതിനെ തള്ളിക്കളഞ്ഞിട്ടിരിക്കുന്നവരുടെ ചെവി, കർണങ്ങൾ ഇതൊക്കെയും ശ്രവിച്ചത് കൊണ്ട് യാതൊരു ഫലവുമില്ലാതെ, പാമ്പിന്റെ ചെവി 2 ഹോള് മാത്രമാണ്, അതുകൊണ്ട് യാതൊരു ഗുണവും ഇല്ല എന്ന് പറയാം. അതുപോലുള്ള ശ്രവണമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇതിനി നമുക്ക് തേർഡ് കാൻഡോയില് ദേവഹൂതിയും ചോദിക്കുന്നുണ്ട്. ദേവഹൂതി മാത കപിലനോട് ചോദിക്കുന്നുണ്ട്, കപിലമുനി സ്വന്തം പുത്രനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ കാലത്തിന്റെ കാലത്തെ ഗണിക്കുക, കാലത്തിനെ കുറിച്ചുള്ള അതിന്റെ ഗുണം എന്താണ്, അതേക്കുറിച്ച് കൂടുതലായിട്ട് എനിക്ക് പറഞ്ഞു തരണം. കാലത്തിന്റെ സ്വഭാവം എന്താണ്? ദീർഘമായ കാലമുണ്ട്, ഹ്രസ്വമായ കാലമുണ്ട്. ഈ കാലത്തെ ഞാൻ എങ്ങനെയാണ് അനുഗമിക്കേണ്ടത് എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാലവും ഭക്തിയുമായി ബന്ധപ്പെടുത്തി എനിക്ക് പറഞ്ഞു തരണം. അതേക്കുറിച്ച് കൂടുതൽ എനിക്ക് പറഞ്ഞു തന്നാൽ എനിക്ക് ഭക്തിയിലൂടെ ഉന്നതിയിലേക്ക് എത്താനായിട്ട് കഴിയുമെന്ന് തേർഡ് കാൻഡോയിൽ ദേവഹൂതി മാത കപിലനോട് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ കാലത്തിനെ ചിട്ടപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കർമ്മം ചിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ, ഇപ്പൊ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ ടൈം ടേബിൾ ഫിക്സ് ചെയ്യും അല്ലെ. എന്തിനാണ്? അവർ എത്ര മണി മുതൽ 10 മണി മുതൽ 4 മണി വരെ ഉണ്ടാവും. അപ്പൊ ആ സമയത്തിനുള്ളിൽ അവർക്ക് എല്ലാ സബ്ജക്റ്റും പഠിപ്പിച്ചു കൊടുക്കണം. അപ്പൊ 1 മണിക്കൂർ, അരമണിക്കൂർ വെച്ച് ഓരോ സബ്ജക്റ്റ്, അതിന്റെ പ്രാധാന്യത്തിനനുസരിച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് അവർക്ക് കൊടുക്കും ഓരോ പീരീഡ്. നമ്മളെല്ലാം സ്കൂളിൽ പഠിച്ചവരാ, അപ്പൊ നമുക്ക് അറിയാൻ പറ്റും. അത് തന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്ജക്റ്റിന്റെ പീരീഡ്സ് എല്ലാം മോർണിംഗ് ടൈമിൽ വെക്കും. കാരണം സത്വഗുണം, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് അലസത ഇല്ലാതിരിക്കുന്ന സമയമാണ്. അപ്പൊ ആ സമയത്ത് നമുക്ക് കൂടുതൽ നമ്മുടെ തലയിലോട്ട്, ബ്രെയിനിലോട്ട് കയറും എന്നുള്ളത് കൊണ്ട്. ഉച്ചയ്ക്ക് ശേഷമൊക്കെ കുറച്ച് ലേസി ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കഥകളൊക്കെ കേട്ട് പഠിക്കാനായിട്ട് ലാംഗ്വേജ്, ഭാഷ, മലയാളത്തിൽ കുറച്ച് കഥകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ കുറച്ച് കഥകളൊക്കെ ആയിരിക്കാം, പദ്യമായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ളത് വെക്കും. അല്ലാതെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതെല്ലാം എന്ത് ചെയ്യും? മോർണിംഗ് സമയത്തായിരിക്കും കൂടുതലും ടൈം ടേബിൾ ഫിക്സ് ചെയ്യുമ്പോൾ വെക്കുന്നത്. അപ്പൊ അതുപോലെയാണ് നമ്മുടെ ഭക്തിയുത സേവനം ചെയ്യുമ്പോഴായാലും, നമ്മൾ ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും നമുക്ക് രാവിലെ ചെയ്യുമ്പോൾ, രാവിലെ ആണെങ്കിൽ അതങ്ങ് നടക്കും, ഉത്സാഹത്തോടുകൂടി ചെയ്യും. ഉച്ച കഴിഞ്ഞാൽ പിന്നെ ഒരു മന്ദതയാണ്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ. എന്നെല്ലാവരും സാധാരണ നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ അതുപോലെ സത്വഗുണത്തിലായിരിക്കുന്ന ടൈമുണ്ട്, രജോ ഗുണത്തിലായിരിക്കുന്ന ടൈമുണ്ട്, ഇനി തമോ ഗുണത്തിലായിരിക്കുന്ന ടൈമുണ്ട് അല്ലെ. അപ്പോൾ നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ആ സമയത്തെ നമ്മൾ വിനിയോഗിച്ചുകൊണ്ട് നമ്മൾ അടുക്കു ചിട്ടയോടുകൂടി നമ്മുടെ ഭക്തിയുത സേവനം
ചെയ്യണം. നമ്മുടെ കർമ്മങ്ങളെ നമ്മൾ അനുസരിച്ച് ചെയ്യണം. വിശ്വനാഥ ചക്രവർത്തി ടാഗോർ പറയുന്നത് ഇത് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കാരണം പ്രാധാന്യം എന്താന്ന് വെച്ചാല് ഓരോ ജീവജാലത്തിനും അവനവന്റെ കർമ്മം ചെയ്തുകൊണ്ട് യഥാർത്ഥത്തിൽ എങ്ങനെ ഉന്നതിയിലേക്ക് പോകാം എന്നറിയണമെങ്കിൽ കാലത്തെക്കുറിച്ചും വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ ഓരോരുത്തരുടെയും ജീവിതത്തില് എമർജൻസി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ഇപ്പൊ പരീക്ഷിത്ത് മഹാരാജാവിന് അദ്ദേഹം ആ ഒരു 7 ദിവസത്തെ ശാപം കിട്ടുന്നതിന് മുന്നേ അദ്ദേഹം ചിന്തിച്ചത് പോലുമില്ല അദ്ദേഹം പെട്ടെന്ന് 7 ദിവസത്തിനകം മരിക്കും എന്നല്ലേ. ശാപം കിട്ടിക്കഴിഞ്ഞാണ് അദ്ദേഹത്തിന് മനസ്സിലായത് 7 ദിവസത്തിനകത്ത് മരിക്കുമെന്ന്. ഇപ്പോ നമുക്കായാലും എപ്പോഴാ നമ്മുടെയൊക്കെ മരണം എന്നുള്ളത് നമുക്കറിയില്ല. നമ്മുടെയൊക്കെ ജീവിതം എപ്പോൾ അവസാനിക്കുമെന്ന് നമുക്കറിയില്ല. ചിലർ പറയും 7 ദിവസത്തിനകം തന്നെയാണ് നമുക്കും കിട്ടിയിരിക്കുന്ന 7 ദിവസമാണ്. ആ 7 ദിവസം എന്ന് പറഞ്ഞാൽ വീക്ക്, ഒരാഴ്ചയിലെ 7 ദിവസം, സൺഡേ മൺഡേ, ആ ഒരു 7 ദിവസം തന്നെയേ നമുക്കും ഉള്ളൂ. വീണ്ടും ആ ഒരു ചക്രം വീണ്ടും വീണ്ടും വരുമ്പോഴും നമുക്കത് വീണ്ടും കിട്ടുന്നു എന്നേ ഉള്ളൂ എന്ന്. പക്ഷെ നമുക്ക് ഏത് തരത്തിലായാലും ശരി നമുക്ക് ഇതേക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മുടെ ജീവിതവും ഹ്രസ്വമാണ്, ക്ഷണഭങ്കുരം ആണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ഒരു ജലത്തിൽ നീർക്കുമിള പോലെയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ടൊക്കെ നമ്മൾ ഉപമ കൊടുത്തു കഴിഞ്ഞാല് നമ്മുടെ ജീവിതം വളരെ കുറച്ച് സമയത്തിനകത്ത് നമുക്ക് എന്ത് ചെയ്യണം? ശ്രദ്ധയോടുകൂടി നമുക്ക് 9 സ്റ്റേജ് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. അഥോ ശ്രദ്ധ, സാധുസംഗ, അനർത്ഥ, പിന്നെന്താണ് ഭജനക്രിയ, പിന്നീട് അനർത്ഥ നിവൃത്തി, അങ്ങനെ ഉള്ള 9 സ്റ്റേജ് നമുക്ക് പറയുന്നുണ്ട്. അവസാനം നമുക്ക് ഭാവ പ്രേമ ഒക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ അതിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കർമ്മങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി, ശ്രദ്ധ എന്ന് പറഞ്ഞാല് ശ്രദ്ധ ശബ്ദം വിശ്വാസ കഹേ എന്നാണ് പറയുന്നത്. ശ്രദ്ധ ശബ്ദം എന്തിനെ കുറിക്കുന്നു? വിശ്വാസത്തെയാണ് കുറിക്കുന്നത്. അപ്പൊ ഭഗവാനിലുള്ള ദൃഢമായിട്ടുള്ള ഒരു വിശ്വാസം അത് വെച്ച് നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ കർമ്മങ്ങൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ എങ്ങനെയായി പോകും? നമ്മൾ കുറേ കർമ്മങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം ആ സമയത്തിനനുസരിച്ച് നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ബ്രഹ്മഭുവനാലോക പുനരാവർത്തിനോ അർജുനാന്നാവും. നമ്മൾ എന്തെല്ലാമോ കർമ്മങ്ങൾ ചെയ്തു, എവിടെയെല്ലാമോ എത്തി. അതിവിടെ 9.25 ശ്ലോക നമ്പർ നമുക്ക് റെഫറൻസ് കൊടുത്തിട്ടുണ്ട് അല്ലെ. പിതൃക്കളെ ആരാധിക്കുന്നവൻ പിതൃക്കളുടെ ലോകത്തെത്തും, ദേവന്മാരെ ആരാധിക്കുന്നവൻ ദേവന്മാരുടെ ലോകത്തെത്തും. അങ്ങനെയുള്ള ഒരു ശ്ലോകം നമുക്ക് ഭഗവത്ഗീതയെ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഏത് ലോകത്താണ് എത്തുന്നത് എങ്കിൽ പോലും ക്ഷീണേ പുണ്യം മധ്യലോകം വിശന്തി, വീണ്ടും നമ്മൾ തിരിച്ചെവിടെ വരേണ്ടി വരും? നമ്മുടെ ഈ കർമ്മഭൂമിയിലേക്ക് തിരിച്ചു വരേണ്ടി വരും. അപ്പൊ നമുക്ക് അവിടെ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പറഞ്ഞു തരുന്നത്, ഒരു വിവാഹത്തിന് പോകാനായിട്ട് കുറെ ആളുകള് ഒരു നൗകയിൽ കയറി, ബോട്ടിൽ കയറിയിട്ട് അവര് രാത്രി, പണ്ടൊക്കെ രാത്രിയിലാണല്ലോ കല്യാണങ്ങളൊക്കെ നടക്കുന്നത്, ഒരു രാത്രി മുഴുവൻ തുഴഞ്ഞു അത്രേ. രാത്രി മുഴുവൻ തുഴഞ്ഞു തുഴഞ്ഞു തുഴഞ്ഞ് രാവിലെ ആയിട്ട് മാരേജ് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയില്ല. ആ ഒരു സ്ഥലത്ത് എത്താതിരുന്നപ്പോ നേരം വെളുത്ത് വെളിച്ചം വന്നപ്പോഴാണ് അവർ കണ്ടത് അത് ആ നൗകയുടെ ആങ്കർ എടുത്ത് മാറ്റിയിട്ടുണ്ടായില്ല, അത് കെട്ടിയിട്ടേക്കുമായിരുന്നു. ആ കെട്ടിയ കെട്ട് അഴിച്ചു മാറ്റാതെയാണ് അവർ തുഴഞ്ഞത്. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഫലം ഉണ്ടായോ? അവർക്ക് അവരുടെ ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റിയോ? അവരുടെ വിവാഹ സ്ഥലത്തേക്ക് അവർക്ക് എത്താൻ പറ്റിയില്ല. കാരണം എന്താ? അവരുടെ വള്ളം കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ തുഴഞ്ഞത് കൊണ്ട് യാതൊരു ഫലവും അവർക്കുണ്ടായില്ല. അവർ ആ രാത്രി മുഴുവൻ തുഴയുകയും ചെയ്തു. പക്ഷെ കൂടെ ഉണ്ടായിരുന്ന വള്ളക്കാരെല്ലാം തന്നെ അവരുടെ കെട്ട് അഴിച്ചു മാറ്റിയതിന് ശേഷമാണ് അവര് തുഴഞ്ഞത്. അതുകൊണ്ട് അവർക്ക് അവരുടെ ഡെസ്റ്റിനേഷനിൽ, വിവാഹ സ്ഥലത്ത് സമയത്ത് എത്താൻ പറ്റി എന്നുള്ളതാണ് പറയുന്നത്. ആ ഒരു രണ്ടിന്റെയും രണ്ട് ജീവാത്മാക്കളുടെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ഗുരുവിനെ സ്വീകരിക്കുക, ഗുരുവിലൂടെ ഭഗവാനെ അറിയുക എന്ന് എത്രത്തോളം ബോധനം, അവബോധം കൊടുത്താലും ആ അവബോധത്തിൽ എത്താതെ ഇത് മതി എന്ന് പറയുന്നവൻ അവിടെ കെട്ടപ്പെട്ട് കിടക്കുന്ന വള്ളത്തിൽ ഇരുന്ന് തുഴയുകയാണ്. തുഴഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ തുഴയുന്നുണ്ട്, ഞാനും എത്തും എന്ന് വിചാരിക്കും. പക്ഷെ അവനെ ഇവിടെ ഭൗതിക ലോകത്ത് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അവന്റെ കെട്ട് അഴിഞ്ഞിട്ടില്ല. ഈ കെട്ട് അഴിച്ചിട്ട് തുഴഞ്ഞാൽ മാത്രമേ ആ ഒരു സ്ഥലത്ത് ഗോലോക ധാമത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് കഴിയുകയുള്ളൂ എന്നാണ് ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പറയുന്നത്. അപ്പൊ സമയത്തിനനുസരിച്ച്, കാലത്തിനനുസരിച്ച് കർമ്മം ചെയ്തുകൊണ്ട് പുരോഗമിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കണം. അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും? പുനരപി ജനനം പുനരപി മരണം. ഈ ഭൂലോകത്ത് തന്നെ ഇങ്ങനെ ഇതിൽ കിടന്ന്
കറങ്ങിക്കൊണ്ടിരിക്കാൻ പറ്റും. പിന്നെ ചിലർക്കൊക്കെ ഈ ഒരു ലോകത്ത് ഇങ്ങനെ ഇതൊക്കെ ദുഃഖാലയം ശാശ്വതം എന്ന് എത്ര പറഞ്ഞാലും എനിക്ക് ഇവിടെ വന്ന് ഐസ്ക്രീം ഒക്കെ കഴിക്കണം. അതെന്താ കാരണം? അങ്ങനെ അവരുടെ ആസ്വാദനം, ഇന്ദ്രിയ ആസ്വാദനത്തിൽ അവർ പെട്ടുപോയി. അവർ ആ ഇന്ദ്രിയ ആസ്വാദനത്തിന് വേണ്ടി അവർ വീണ്ടും വീണ്ടും ഈ ഒരു ലോകത്ത് ജനിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട്, അവർ അവരുടെ ഇന്ദ്രിയ സന്തർപ്പണത്തിന് വേണ്ടി ജീവിക്കുന്നത് കൊണ്ടാണ് അവർക്ക് ഗുരുവിനെ സ്വീകരിക്കാനായിട്ട് സമ്മതമില്ലാതിരിക്കുക, അല്ലെങ്കിൽ ആഗ്രഹമില്ലാതിരിക്കുക, അല്ലെങ്കിൽ ആ ഒരു വഴി അറിഞ്ഞിട്ടും അവരതിനെ തിരസ്കരിക്കുക എന്നതെല്ലാം അവരുടെ ഇന്ദ്രിയ വാഞ്ച എത്രത്തോളമാണ്, ഭൗതിക ലോകത്തോടുള്ള അവരുടെ ആസക്തി എത്രത്തോളമാണെന്ന് നമുക്ക് കാണിച്ചു തരുന്നു എന്നാണ് നമ്മുടെ ആചാര്യന്മാര് വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂറയും അതുപോലെ തന്നെ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറയും പറയുന്നത്. കാരണം ഭക്തി എന്ന് പറയുന്നത് ജ്ഞാനകർമ്മ അനാവൃതമായിരിക്കണം. ജ്ഞാനകർമാദ്യനാവൃതം എന്നാണ് പറയുന്നത്. ജ്ഞാനവും കർമ്മവും കൊണ്ട് ആവൃതമായിരിക്കാൻ പാടില്ല. അപ്പൊ ഇതേക്കുറിച്ചെല്ലാം നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതെല്ലാം വിശ്വാസത്തോടു കൂടി ഭഗവാനില് ആ ഒരു ശ്രദ്ധ, അല്ലെ, സാധുസംഗ, വചനക്രിയ, അനർത്ഥ നിവൃത്തി, ഇതെല്ലാം ചെയ്ത് മുന്നേറണം. അപ്പൊ ഇതിൽ ഓരോന്നിലും പെട്ടു പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് തന്നെ ചെയ്യണം? ഗുരുവിനെ സ്വീകരിക്കുക തന്നെ വേണം, ദീക്ഷ എടുക്കുക തന്നെ വേണം. നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് പുരോഗമിക്കാനായിട്ട് കഴിയുമെന്നാണ് പറയുന്നത്. അടുത്ത 14-ാമത്തെ ശ്ലോകം പറയുന്നത് എന്താന്ന് വെച്ചാല്, യസ്മിൻ കർമ്മ സമാവായോ, ഒരു വ്യക്തി ഏത് ഗുണത്തിൽ ജനിക്കുന്നു, അല്ലെങ്കിൽ ആ ഗുണത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ പിന്നീട് താഴേക്ക് അടുത്ത ഗുണങ്ങളിലേക്ക് പെട്ട് ത്രിഗുണങ്ങൾ, പ്രകൃതിയുടെ ത്രിഗുണങ്ങളാണ് പറയുന്നത്, അല്ലെ? അപ്പൊ സത്വഗുണം, രജഗുണം, തമോ ഗുണം. അപ്പൊ ഈ ഓരോ ഗുണത്തിൽ പെട്ട ഓരോ വ്യക്തിക്കും ഓരോ തരത്തിലുള്ള ഭക്തി ആയിരിക്കും. നമുക്കറിയാം, സത്വഗുണത്തിൽപ്പെട്ടവരായിരിക്കാം കൂടുതലായിട്ട് ഭക്തിയുടെ ഇതിലേക്ക് വരുന്നത്. രജഗുണത്തിൽപ്പെട്ടവരെ കൂടുതലും ഭൗതികമായിട്ട്, നേരത്തെ പറഞ്ഞ പോലെ കെട്ടപ്പെട്ട വെള്ളം തുഴഞ്ഞുകൊണ്ടേയിരിക്കും, അല്ലെ? ഇനി തമോ ഗുണത്തിൽപ്പെട്ടവര് ഒട്ടും തന്നെ അതിലേക്ക് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികള് ഇവിടെ പറയുന്നത് പലതരത്തിലുള്ള ജീവജാലങ്ങളായിട്ടായിരിക്കും വരിക. പലതരത്തിലുള്ള ശരീരമായിരിക്കും ലഭിക്കുക. സത്വഗുണത്തിലുള്ള ആൾക്ക് കിട്ടുന്നത് ഏത് തരത്തിലായിരിക്കും? രജോ ഗുണത്തിലുള്ള ആൾക്ക് കിട്ടുന്ന ശരീരം ഡിഫറെന്റ് ആയിരിക്കും. എന്ന് വെച്ചാല് മനുഷ്യനായിട്ട് ജനിക്കാം, മൃഗങ്ങളായിട്ട് ജനിക്കാം, സസ്യജാലങ്ങളായിട്ട് ജനിക്കാം, പുഴുക്കളായിട്ടും കീടങ്ങളായിട്ടും ഒക്കെയും നമുക്ക് ഒരു ജീവൻ ലഭിക്കും. ഈ ഭൂമിയിൽ നമുക്ക് ജനിക്കാനായിട്ട് കഴിയും. അപ്പൊ ഒരു മനുഷ്യൻ ചെയ്യുന്ന അത്രയും ഭക്തിയുത സേവനം ചെയ്യാനുള്ള ആ ഒരു സാഹചര്യവും ഒന്നും തന്നെ മറ്റുള്ള ശരീരങ്ങളിൽ ജനിക്കുന്നവർക്ക് ലഭിക്കുന്നില്ല, അല്ലെ? എന്നാൽ പോലും അവർ എവിടെയാണ് ജനിക്കുന്നത്? ഒരു നായക്കുട്ടിയാണ്, അല്ലെങ്കിൽ ഒരു തത്തമ്മയാണ്, അല്ലെങ്കിൽ ഒരു ഫിഷ് ആണെങ്കിൽ പോലും ചിലപ്പോൾ ഒരു ഭക്തിയുള്ള വീട്ടിലാണെങ്കിൽ അവർ അക്വേറിയത്തിൽ കിടക്കുമ്പോൾ തന്നെ ഹരിനാമം കേട്ടുകൊണ്ടായിരിക്കും കിടക്കുക, അല്ലെ? അപ്പൊ ഇനി ഒരു പക്ഷിയാണെങ്കിലും ആ പക്ഷി തത്തയാണ്, തത്തക്കൂടിൽ കിടക്കുന്നെങ്കിലും ഹരിനാമം ജപിക്കുന്ന ഒരു ഭക്തിയുള്ള വീട്ടിലാണെങ്കിൽ ആ ഹരിനാമം കേട്ടുകൊണ്ടിരിക്കും, അല്ലെ? നമ്മള് ഭഗവത്ഗീതയുടെ 1-ാമത്തെ അധ്യായത്തില് ആ ഒരു 1-ാമത്തെ അധ്യായത്തിന്റെ ഫലശ്രുതി പറയുന്ന സമയത്ത് അതിന്റെ കഥ പറഞ്ഞിരുന്നു. അപ്പൊ ആ തത്തമ്മയുടെ പുണ്യമാണ് പിന്നീട് സുശർമ്മ എന്ന ബ്രാഹ്മണന് കൊടുക്കുന്നത്. അപ്പൊ അതുപോലെ ആ ഫലം ആർജിക്കും. ഒരു ആശ്രമത്തില് ആയിരുന്ന കാരണം ആ ഒരു തത്തമ്മയ്ക്ക് അത്രയും ഫസ്റ്റ് ചാപ്റ്റർ കേട്ട് അത് ബൈഹാർട്ടായി, അതും ചൊല്ലാൻ തുടങ്ങി. അങ്ങനെയുള്ള പുണ്യം ലഭിച്ചതിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഏത് ശരീരത്തിലാണ്, ഏത് സാഹചര്യത്തിലാണ് എന്നുള്ളതെല്ലാം നമ്മുടെ ഭക്തിയെ ആശ്രയിച്ചിരിക്കും നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത്, അല്ലെ? അപ്പൊ ഇവിടെയും ഒരു ആ ജീവാത്മ ഏത് ഗുണത്തിലാണ് വരുന്നത്? ഓരോ ഗുണത്തിൽ വന്നു കഴിയുമ്പോൾ അവർ യോഗമിശ്രം ആയിട്ടുള്ള ഭക്തി ചെയ്യും, കർമ്മമിശ്രമായിട്ടുള്ള ഭക്തി ചെയ്യും, ചിലര് ജ്ഞാനമിശ്ര ഭക്തി ആയിരിക്കും ചെയ്യുന്നത്. അങ്ങനെ പലതിനോട് ബന്ധപ്പെട്ട ഭക്തികളുണ്ട്. അപ്പോ ഇപ്പൊ ജ്ഞാനമിശ്ര ഭക്തിയാണ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ശാന്തരതി എന്ന ഇതുവരെയാണ് എത്താൻ കഴിയുക അത്രേ. ശാന്തരതി അല്ലെങ്കിൽ ശാന്തരസം അതെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള, ഏറ്റവും താഴ്ന്ന തലത്തിലുള്ള ഒരു ഭക്തിയാണ് എന്നാണ് പറയുന്നത്. കാരണം ഭഗവാനുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഭഗവാനുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പൊ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ളതാണ് എന്ന് വെച്ചാൽ ഒരു ഭക്തി, ആ ഒരു ഭഗവാനുമായിട്ടുള്ള ബന്ധം അങ്ങോട്ട് സ്ഥാപിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ. അതിന്റെ ബഡ്ഡിങ് സ്റ്റേജ്, അതങ്ങോട്ട് മുകുളം പൊട്ടി വരുന്നതേ ഉള്ളൂ. ആ ഒരു സ്റ്റേജാണ് ശാന്തരതി എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ കർമ്മമിശ്ര ആണ് ചെയ്യുന്നതെങ്കിൽ കർമ്മത്തിൽ ഞാൻ ചെയ്യുന്ന കർമ്മത്തിലെ ഞാൻ വിശ്വസിക്കുന്നത്, എനിക്ക് ഗുരുവൊന്നും വേണ്ട എന്നുള്ളതാണെങ്കിൽ ഒരു മാക്സിമം എത്ര ഇതായിട്ട് ചെയ്തു കഴിഞ്ഞാലും അവരെ സായുജ്യമുക്തി വരെ പോകാനായിട്ട് കഴിയുകയുള്ളൂ.
അങ്ങനെ ഓരോ തലത്തിൽ ഓരോന്ന് പറയുന്നുണ്ട്. അപ്പൊ ഏതായാലും ഇവിടെ പരീക്ഷിത്ത് മഹാരാജാവ് ചോദിക്കുന്നത്, ഞാൻ ഏത് തരത്തിലുള്ള ശരീരമാണ് എടുക്കുന്നതെങ്കിൽ ഏത് തരത്തിലുള്ള ഭക്തിയിലേക്ക്, ഏത് തരത്തിലുള്ള ഉന്നതിയിലേക്ക് ആ ഭക്തിയുടെ സേവനം കൊണ്ട് എനിക്ക് ഉയരാനായിട്ട് കഴിയും എന്നുള്ളതെല്ലാമാണ് ഇവിടെ ചോദിക്കുന്നത്. അനന്തരം ഭൗതിക പ്രകൃതിയുടെ വിഭിന്ന ഗുണങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളുടെ ആനുപാതികമായ വർധന. പ്രത്യാഘാതം എന്ന് പറഞ്ഞാൽ കർമ്മത്തിനനുസരിച്ചുള്ള ഫലമായിരിക്കും അവർക്ക് ലഭിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ചുള്ള സാഹചര്യമായിരിക്കും അവർക്ക് ലഭിക്കുന്നത്. അതാണ് പ്രത്യാഘാതം എന്നിവിടെ ഉദ്ദേശിക്കുന്നത്. ദേവന്മാരിൽ നിന്നും ആരംഭിച്ച് അങ്ങ് താഴെ ഏറ്റവും നിസാര ജീവി വരെയുള്ള വ്യത്യസ്ത ജീവിവർഗങ്ങൾക്കു മധ്യേ ഇച്ഛുവായ ജീവസത്തയെ ഉന്നമിപ്പിക്കുകയോ അധപ്പതിപ്പിക്കുകയോ ചെയ്തുകൊണ്ട് അവന്റെ മേൽ പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് ദയവായി വിശദമാക്കുക. അപ്പൊ ഓരോ ജീവയായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ എങ്ങനെയെല്ലാം എത്താൻ കഴിയും, എങ്ങനെയെല്ലാം ഭക്തിയുത സേവനം ചെയ്യാൻ കഴിയും, അതിനുള്ള സാഹചര്യം എങ്ങനെ ലഭിക്കും എന്നുള്ളതെല്ലാമാണ് ഇവിടെ പരീക്ഷിത്ത് മഹാരാജാവ് ചോദിക്കുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. നീ ശ്ലോകം ചൊല്ലാം. ഹരേ കൃഷ്ണ മാതാജി. ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒരു പ്രധാന പ്രകാരം ചെയ്യുന്നത് വഴി ഭക്തന്റെ തന്റെ തന്റെ വിധേയത്വം ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും പരമപുരുഷനായ ഭഗവാനും അദ്ദേഹത്തിന്റെ ഭക്തന്മാർക്കുമാണ് പ്രണാമങ്ങൾ അർപ്പിക്കേണ്ടത്. സാഷ്ടാംഗ പ്രണാമമോ അല്ലെങ്കിൽ ശിരസ്, കാലുകൾ, കൈകൾ എന്നിവ മാത്രം നിലത്തെ സ്പർശിക്കുന്ന രീതിയിലോ പ്രണാമം അർപ്പിക്കാം. തനിക്ക് കേൾക്കാവുന്ന വിധം നിശ്ചിത മന്ത്രം ജപിച്ചുകൊണ്ട് നമസ്കരിക്കേണ്ടതാണ്. ക്ഷേത്രമുറിയിൽ പ്രവേശിക്കുമ്പോഴും മുറി വിട്ട് പോകുമ്പോഴും അർച്ചാവിഗ്രഹങ്ങൾക്ക് പ്രണാമങ്ങൾ അർപ്പിക്കേണ്ടതാണ്. പ്രണാമം ഉൾപ്പെടെ എന്തുതന്നെയായാലും ആത്മീയ ഗുരുവിലൂടെയാണ് ഭഗവാനെ സമർപ്പിക്കേണ്ടത്. അതിനാൽ അർച്ചാവിഗ്രഹങ്ങളെ നമസ്കരിക്കുമ്പോൾ ആദ്യം ആത്മീയ ഗുരുവിന്റെ പ്രണാമമന്ത്രം ചൊല്ലേണ്ടതാണ്. ഗുരുവും ദീക്ഷയും എന്ന ഭാഗം വായിക്കുക. എല്ലാ ഇസ്കോൺ ക്ഷേത്രങ്ങളിലും ഒരു വ്യാസാസനത്തിൽ ഗുരുവിനായുള്ള ഉയർന്ന ആസനം ശ്രീല പ്രഭുപാദരുടെ ചിത്രവും മൂർത്തിയോ പ്രതിഷ്ഠിച്ചിരിക്കും. ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ ആദ്യം ശ്രീല പ്രഭുപാദരെ നമസ്കരിച്ചതിന് ശേഷം അർച്ചാവിഗ്രഹങ്ങളെ നമസ്കരിക്കാവുന്നതാണ്. ശരിയായ രീതി ക്ഷേത്രത്തിൽ നിന്നും പോകുമ്പോൾ നേരെ തിരിച്ചും ചെയ്യേണ്ടതാണ്. വൃന്ദായെ, തുളസി ദേവിയായെ, പ്രിയായെ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് തുളസി ദേവിക്ക് പ്രണാമം അർപ്പിക്കണം. തുളസി ആരതി സമയത്തും മറ്റു സമയങ്ങളിലും തുളസിക്ക് പ്രണാമം അർപ്പിക്കാം. ഭക്തന്മാർക്ക് പ്രണാമം അർപ്പിക്കുന്നത് നമ്മുടെ ആത്മീയ പുരോഗതിക്കും ഭക്തന്മാർക്കിടയിൽ സ്നേഹബന്ധം സൃഷ്ടിക്കുന്നതിനും സഹായിക്കുന്നു. ഗുരുവിന്റെ സാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും മടങ്ങിപ്പോകുമ്പോഴും പ്രണാമങ്ങൾ അർപ്പിക്കണമെന്ന് അനുശാസനയാണ്. സന്യാസിയെ ഒരു ദിവസത്തിൽ ആദ്യം കാണുമ്പോഴെങ്കിലും പ്രണമിക്കേണ്ടതാണ്. എല്ലാ ഭക്തന്മാരെയും, പ്രത്യേകിച്ച് മുതിർന്ന ഭക്തന്മാരെ ദിവസത്തിൽ ആദ്യം കാണുമ്പോൾ പ്രണമിക്കുന്നത് നന്ന്. ഗുരുവിനെ അദ്ദേഹത്തിന്റെ പ്രണാമ മന്ത്രം ചൊല്ലി നമസ്കരിക്കേണ്ടതാണ്. മറ്റു ഭക്തന്മാരെ നമസ്കരിക്കുമ്പോൾ താഴെ പറയുന്ന പ്രണാമ മന്ത്രം ചൊല്ലേണ്ടതാണ്. വാഞ്ചാകൽപതരുഭ്യ കൃപാസിന്ധുഭ്യൈവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. എല്ലാ ഇസ്കോൺ ക്ഷേത്രങ്ങളിലും ഭക്തന്മാർ പ്രഭാതത്തിൽ തുളസി ആരതിക്ക് ശേഷം മേൽപ്പറഞ്ഞ മന്ത്രം ചൊല്ലി വൈഷ്ണവ പ്രണാമം ചെയ്യുന്നു. സാധാരണയായി ഒരു ഭക്തനെ പ്രണാമം അർപ്പിക്കുമ്പോൾ ആ ഭക്തൻ തികച്ചും പ്രണമിക്കുന്നു. എന്നാൽ ഉയർന്ന ഭക്തന്മാർ, പ്രാരംഭ നിലകളിലുള്ള ഭക്തന്മാർക്ക് എല്ലായ്പ്പോഴും ഇപ്രകാരം പ്രണാമങ്ങൾ മടക്കി നൽകാറില്ല. പകരം കനിഷ്ഠ ഭക്തന്റെ ആത്മീയ മുന്നേറ്റത്തിനായി അവർ അനുഗ്രഹം നൽകുന്നു. സന്യാസിമാരും ദീക്ഷാഗുരുക്കന്മാരും ഈ രീതി പിന്തുടരുന്നു. നാം ഒരു വൈഷ്ണവനോട് തെറ്റായ രീതിയിൽ പെരുമാറുകയോ സംസാരിക്കുകയോ ചെയ്താൽ സ്വന്തം തെറ്റ് മനസ്സിലാക്കി ആ വൈഷ്ണവനെ പ്രണമിച്ച് ക്ഷമാപണം ചെയ്യേണ്ടതാണ്. ആ വൈഷ്ണവനും തന്നോട് തെറ്റ് ചെയ്തിരുന്നാൽ പോലും ഇപ്രകാരം ചെയ്യുന്നതാണ് ഉത്തമം.
ഇത്തരം പെരുമാറ്റം ഭക്തന്മാർക്കിടയിൽ പവിത്രതയും സമാധാനവും നിലനിർത്തുന്നു. വൈഷ്ണവ വേഷ സംവിധാനം. ഒരു വൈഷ്ണവിനെ പോലെ വേഷവിധാനം ചെയ്യുന്നത് അത്യന്താപേക്ഷിതമല്ലെങ്കിലും ബാഹ്യമായ വേഷത്തെക്കാൾ അവബോധത്തിലാണ് കൂടുതൽ പ്രാധാന്യം. അതും പ്രധാനമാണ്. ഒരു പോലീസിനെ തൻ്റെ യൂണിഫോമിൽ നിന്നും മനസ്സിലാക്കി എല്ലാവരും അപ്രകാരം ഇടപെടുന്നത് പോലെ ഒരു ഭക്തൻ തൻ്റെ വേഷത്തിലൂടെ കൃഷ്ണഭക്തിയിലുള്ള തൻ്റെ അർപ്പണബോധത്തെ ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്രകാരം എപ്പോഴും വൈഷ്ണവ വേഷം ധരിക്കുന്ന ഭക്തന്മാർക്ക് തങ്ങൾ എന്തിനു വേണ്ടി ഭക്തന്മാരായി എന്നതിനെ കുറിച്ച് ആകാംക്ഷാഭരിതരായ പൊതുജനങ്ങളോട് വിവരിക്കേണ്ടി വരുന്ന ഹൃദ്യമായ അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്രകാരം വൈഷ്ണവ വേഷ സംവിധാനം പ്രചരണത്തിനായി കൂടുതൽ അവസരം നൽകുന്നു. ഇതിനുപരിയായി വേഷവിധാനം മൂലം ഒരു ഭക്തൻ വൈഷ്ണവനായി പ്രവർത്തിക്കുക എന്ന ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. കാഴ്ചയിൽ സാധുവായ ഒരു വ്യക്തി യോഗ്യമായി പെരുമാറേണ്ടതുണ്ട്. അതുകൊണ്ട് വൈഷ്ണവ വേഷം ധരിക്കുന്നത് ഭക്തന്മാരെ മാതൃകാപരമായി പ്രവർത്തിക്കുവാൻ സഹായിക്കുന്നു. നാം ഒരു വൈഷ്ണവനായി കാണപ്പെട്ടാൽ വൈഷ്ണവനാണെന്ന് ബോധവും സ്വാഭാവികമായി നമ്മിൽ ഉണരുന്നു. ഇതിനു വിപരീതമായി പാശ്ചാത്യ രീതിയിലുള്ള വസ്ത്രധാരണം നമ്മെ മറ്റൊരു മനോഭാവത്തിൽ എത്തിക്കുന്നു. പാശ്ചാത്യ വസ്ത്രങ്ങൾ കാമം, ലാഭം, ലോഭം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള പാശ്ചാത്യ ജീവിത രീതികളുമായി ബന്ധപ്പെട്ടതാണ്. അതിനാൽ അത്തരം രീതികൾ ഒഴിവാക്കുന്നത് ഉത്തമം. പൊതുസ്ഥലങ്ങളിൽ വൈഷ്ണവ വേഷം ധരിക്കാൻ സൗകര്യമുള്ളവർ ക്ഷേത്രത്തിൽ വരുമ്പോഴോ വീട്ടിൽ കൃഷ്ണാവബോധം പരിശീലിപ്പിക്കുമ്പോഴോ ധരിക്കാവുന്നതാണ്. ആദർശപരമായ വൈഷ്ണവ വേഷം താഴെ പറയുന്ന വിധമാണ്. തിലകം, തുളസി, കണ്ടിമാല, മുണ്ടനം ചെയ്ത് ശിരസ് കെട്ടിവെച്ച ശിഖ 1.5 ഇഞ്ചിലധികം വീതിയുള്ളതാകാൻ പാടില്ല എന്നിവയാണ്. താടി, മീശ ഇവയില്ലാത്ത രീതിയിൽ മുഖം പൂർണ്ണമായും ക്ഷൗരം ചെയ്യേണ്ടതാണ്. കച്ച കെട്ടിയ ധോത്തിയും മുണ്ട്, പരമ്പരാഗത രീതിയിലുള്ള കുർത്തായും ഷർട്ട് ധരിക്കേണ്ടതാണ്. ഭൗതികങ്ങളായ ചിത്രങ്ങളോ വാചകങ്ങളോ മുദ്രണം ചെയ്ത ടീഷർട്ടുകൾ വൈഷ്ണവർക്ക് യോജിച്ചതല്ല. ബ്രഹ്മചാരികളും സന്യാസിമാരും കാവി നിറമുള്ള വസ്ത്രം ധരിക്കേണ്ടതാണ്. കാവി പരിത്യാഗത്തിന്റെ നിറമാകുന്നു. ആശ്രമത്തിന് പുറത്ത് വസിക്കുന്ന വിവാഹിതരും അവിവാഹിതരുമായ പുരുഷന്മാർ വെള്ള നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നു. സ്ത്രീകൾ തങ്ങളുടെ ചാരിത്രം ഉയർത്തിപ്പിടിക്കുന്ന രീതിയിൽ വസ്ത്രധാരണം ചെയ്യേണ്ടതാണ്. പരമ്പരാഗതമായ ഭാരതീയ വേഷവിധാനത്തോടൊപ്പം തിലകവും കണ്ടിമാലയും ധരിക്കേണ്ടതാണ്. പാശ്ചാത്യ പരിഷ്കാരങ്ങൾ അനുയോജ്യമല്ല. മുടി മുറിച്ച് കളയാതെ പിന്നിലേക്ക് ഇടേണ്ടതാണ്. തലയുടെ മധ്യഭാഗത്തായാണ് വകുപ്പെടുക്കേണ്ടത്. ഭർത്താവും പുത്രനും ഒഴിച്ചുള്ള മറ്റു പുരുഷന്മാരുടെ സാന്നിധ്യത്തിൽ സ്ത്രീകൾ തങ്ങളുടെ ശരീരം നന്നായി മറച്ചു കൊള്ളേണ്ടതാണ്. തുകൽ കൊണ്ട് നിർമ്മിച്ച ചെരുപ്പുകൾ, വസ്ത്രങ്ങൾ, ബാഗുകൾ തുടങ്ങിയ ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല. ഹരേ കൃഷ്ണ. അടുത്ത വായിക്കണോ? വേണ്ട മാതാജി. അടുത്ത നമുക്ക് ശ്രീകൃഷ്ണ ഭക്തിരസാമൃത സിന്ധു. ശ്രീല രൂപ ഗോസ്വാമി ശ്രീമദ് ഭാഗവതത്തിൽ ദേവഹൂതി തന്റെ പുത്രനായ കപിലദേവനോട് പറയുന്ന ഭാഗം ഉദ്ധരിച്ചുകൊണ്ട് തുടരുന്നു. പ്രഭു, 9 തരം ഭക്തി സേവനമുണ്ട്. ശ്രവണവും കീർത്തനവുമാണ് തുടക്കം. അങ്ങയുടെ ലീലകളെ കുറിച്ച് കേൾക്കുകയോ അങ്ങയെ കീർത്തിക്കുകയോ പ്രണമിക്കുകയോ ധ്യാനിക്കുകയോ തുടങ്ങി ഈ 9 ഏതെങ്കിലും ഒരു രീതിയിൽ ഭക്തി സേവനം നടത്തിയാൽ പട്ടിയെ തിന്നുന്ന നീചമായ ചണ്ടാള വർഗത്തിൽ ജനിച്ചവൻ പോലും യാഗാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ യോഗ്യനായി തീരുന്നു. അങ്ങനെ ഇരിക്കെ തികഞ്ഞ കൃഷ്ണാവബോധത്തിൽ നടത്തുന്ന ഭക്തിയുത സേവനം നടത്തുന്നവർ ശുദ്ധീകരിക്കപ്പെടാതിരിക്കാനാവില്ല. കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിക്കുന്ന വ്യക്തി ഭൗതിക പാപങ്ങളുടെ മാലിന്യങ്ങളിൽ നിന്നും മുക്തനാവുക തന്നെ ചെയ്യും.
എന്നിരുന്നാലും ഭക്തൻ ഒരിക്കലും പാപകർമ്മങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും. ഭക്തന്റെ സവിശേഷ ലക്ഷണം തന്നെ അതാണ്. ഭക്തിയുത സേവനം നടത്തുന്ന വ്യക്തി ചണ്ടാളനാണെങ്കിൽ പോലും വേദോക്തങ്ങളായ യാഗാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ യോഗ്യനായി തീരുമെന്ന് ശ്രീമദ് ഭാഗവതം പറയുന്നു. ചണ്ടാളൻ യജ്ഞം നടത്താൻ സ്വതേ യോഗ്യനല്ലെന്നാണല്ലോ ഇതിന്റെ അർത്ഥം. ഇത്തരം കർമ്മങ്ങൾ നടത്താൻ അധികാരമുള്ള പുരോഹിത വർഗത്തെയാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. ബ്രാഹ്മണന് മാത്രമേ ഇത്തരം കർമ്മങ്ങൾ ചെയ്യാൻ അധികാരമുള്ളൂ. ബ്രാഹ്മണനായിട്ടോ ചണ്ടാളനായിട്ടോ ജനിക്കുന്നത് പൂർവകർമ്മങ്ങളുടെ ഫലമാണ്. ചണ്ടാളനായിട്ടാണ് പിറക്കുന്നതെങ്കിൽ പൂർവകർമ്മങ്ങൾ പാപഭൂയിഷ്ടമായിരുന്നു എന്നർത്ഥം. എന്നാൽ അയാൾ പോലും ഭക്തിയുത സേവനം നടത്തുകയും ഈശ്വരന്റെ തിരുനാമം ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ ഉരുവിട്ടാൽ ആ നിമിഷം തന്നെ അയാൾ യജ്ഞാധികാരിയായി തീരുന്നു. എന്ന് വച്ചാൽ അയാളുടെ പാപകർമ്മങ്ങളുടെ കറ ആ നിമിഷം ഇല്ലാതാകുന്നു എന്നാണ് അർത്ഥം. പാപകർമ്മങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഫലങ്ങൾ 4 തരത്തിലുണ്ടെന്ന് പത്മപുരാണം പറയുന്നു. 1 ഫലപ്രാപ്തിയിൽ എത്താത്തത്, 2 വിത്തായിട്ട് കിടക്കുന്നത്, 3 പാകമായി കഴിഞ്ഞത്, 4 മിക്കവാറും പാകമായത്. ഭഗവാൻ വിഷ്ണുവിൽ ആത്മാർപ്പണം ചെയ്ത് പൂർണമായ കൃഷ്ണാവബോധത്തോടെ ഭഗവത് ഭക്തി സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ കാര്യത്തിൽ ഇവ 4ഉം നിമിഷം കൊണ്ട് തന്നെ ഇല്ലാതായി തീരുമെന്നും പറയുന്നുണ്ട്. മിക്കവാറും പാകമായത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവ നാം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങളാണ്. ഹൃദയത്തിന്റെ ഉള്ളിനുള്ളിൽ പാപപൂർണമായ ആഗ്രഹങ്ങളുടെ രൂപത്തിൽ അടിഞ്ഞു കിടക്കുന്നവയാണ് വിത്തായി കിടക്കുന്നവ. വിത്ത് ഉൽപ്പാദിപ്പിക്കാൻ തയ്യാറായിരിക്കുന്നവ എന്നാണ് സംസ്കൃതത്തിലെ കൂടം എന്ന ശബ്ദം കൊണ്ട് അർത്ഥമാക്കുന്നത്. മുളയ്ക്കാൻ തുടങ്ങാത്തവയാണ് പാകമാകാത്തവ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭൗതിക മാലിന്യങ്ങൾ അതിസൂക്ഷ്മങ്ങളാണെന്ന് സൂചിപ്പിക്കുകയാണ് പത്മപുരാണം ഇവിടെ ചെയ്യുന്നത്. അതിന്റെ മുള പൊട്ടൽ, ഫലാപ്തി, പരിണത ഫലങ്ങൾ, കഷ്ടപ്പാടുകളുടെ രൂപത്തിൽ മനുഷ്യർ അവ അനുഭവിക്കുന്ന രീതി എന്നിവയെല്ലാം ഒരു മഹാശൃംഖലയുടെ ഭാഗങ്ങളാണ്. രോഗം ബാധിക്കുമ്പോൾ അതിന്റെ കാരണം കണ്ടുപിടിക്കാനോ അതിന്റെ ഉൽപ്പത്തി എവിടെയാണെന്നോ എങ്ങനെ പൂർണ്ണദശയിൽ എത്തുന്നുവെന്നോ പറയുക പ്രയാസമാണല്ലോ. രോഗം കൊണ്ടുള്ള കഷ്ടപ്പാട് പെട്ടെന്ന് പൊട്ടി വീഴുന്നതല്ലെന്ന് തീർച്ച. അതിന് കുറച്ച് സമയമെടുക്കും. രോഗബാധ തടയുന്നതിനായി ഡോക്ടർമാർ പ്രതിരോധ കുത്തിവയ്പ് നടത്തുന്നു. അതുപോലെ പാപപ്രവൃത്തികളുടെ വളർച്ചയും ഫലപ്രാപ്തിയും തടയാനുള്ള പ്രായോഗിക കുത്തിവയ്പ്പാണ് കൃഷ്ണാവബോധത്തിൽ നിരതമാവുക എന്ന സരളമായ മാർഗം. ഈ സന്ദർഭത്തിലാണ് ശുകദേവ ഗോസ്വാമി അജാമിളന്റെ കഥ പറയുന്നത്. ശ്രീമദ് ഭാഗവതം 6-ാം സ്കന്ധം 2-ാം അധ്യായം 17-ാം ശ്ലോകം. ധർമ്മനിഷ്ഠനായ ബ്രാഹ്മണനായിട്ടാണ് അജാമിളന്റെ ജീവിതത്തിന്റെ തുടക്കം. പക്ഷേ യൗവനത്തിൽ അദ്ദേഹം ഒരു വേശ്യയുമായി ബന്ധപ്പെട്ട് പാപിയായി. എന്നാൽ അയാളുടെ ഹീനമായ ഈ ജീവിതത്തിന്റെ അവസാനം ഇത്രയേറെ പാപവൃത്തികൾ കുമിച്ചു കൂട്ടിയിട്ടും നാരായണ കൃഷ്ണ എന്ന ഒറ്റ വിളി കൊണ്ട് മോക്ഷം പ്രാപിച്ചു. തപസ്, ധർമ്മം, ദാനം തുടങ്ങിയവ പാപഫലങ്ങളെ ചെറുക്കാൻ സഹായിക്കുമെന്ന് ശുകദേവ ഗോസ്വാമി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന പാപപൂർണമായ അഭിലാഷങ്ങളുടെ വിത്തുകൾ നീക്കിക്കളയാൻ ഇവയൊന്നും സഹായകമല്ല. അതാണല്ലോ അജാമിളന്റെ കഥ ഉദാഹരിക്കുന്നത്. കൃഷ്ണാവബോധം കൊണ്ട് മാത്രമേ പാപത്തിന്റെ വിത്തുകളെ നശിപ്പിക്കാനാവൂ. മഹാമന്ത്രം അഥവാ ഹരേ കൃഷ്ണ മന്ത്രം ഉരുവിടുക മാത്രമേ വേണ്ടൂ. അതാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ഉപദേശം. ഭക്തിയുത സേവനത്തിന്റെ മാർഗം സ്വീകരിക്കാത്തിടത്തോളം കാലം പാപവൃത്തികളുടെ കറ 100% കഴുകിക്കളയാനാവില്ല. വൈദികമായ അനുഷ്ഠാനങ്ങൾ, ദാനധർമ്മങ്ങൾ, തപസ് എന്നിവ കൊണ്ടൊക്കെ താൽക്കാലികമായി പാപഫലങ്ങൾ ഒഴിവാക്കാമെന്നേയുള്ളൂ. അടുത്ത നിമിഷം തന്നെ അയാൾ പാപകർമ്മത്തിൽ ഏർപ്പെടും. അതിരു കടന്ന സംഭോഗത്തിന്റെ ഫലമായി ലൈംഗിക രോഗം പിടിപെട്ടയാൾക്ക് കഠിനവേദന ഉൾക്കൊള്ളുന്ന ചികിത്സ വേണ്ടിവരും. താൽക്കാലികമായി അയാൾക്ക് സുഖമാവുകയും ചെയ്യും. എന്നാൽ സ്ത്രീ വിഷയത്തിലുള്ള ആസക്തി മനസ്സിൽ നിന്നും പറിച്ചെറിയാൻ കഴിയാത്തതിന്റെ ഫലമായി അയാൾ വീണ്ടും രോഗത്തിന് വിധേയനാകും.
എന്നാൽ ലൈംഗികാസക്തിയുടെ ഗ്രഹണീയത ബോധ്യമാകാത്തിടത്തോളം കാലം കഷ്ടപ്പാടിൽ നിന്ന് അയാൾക്ക് മുക്തിയില്ല. ഇതുപോലെ വേദങ്ങൾ നിർദ്ദേശിക്കുന്ന തപാനുഷ്ഠാനങ്ങളും ദാനധർമ്മങ്ങളും മറ്റും പാപവൃത്തിയിൽ ഏർപ്പെടുന്നതിൽ നിന്നും താൽക്കാലികമായി തടയാൻ സാധിച്ചേക്കാം. പക്ഷേ ഹൃദയം ശുദ്ധമാകാത്തിടത്തോളം കാലം വീണ്ടും വീണ്ടും പാപകർമ്മങ്ങൾ ചെയ്യേണ്ടി വരും. മറ്റൊരുദാഹരണം ശ്രീമദ് ഭാഗവതം ചൂണ്ടിക്കാണിക്കുന്നത് ആനയുടെ കാര്യമാണ്. ആന നിത്യവും തടാകത്തിലിറങ്ങി സുഖമായി കുളിക്കുന്നുണ്ട്. തുടർന്ന് കരയ്ക്കു കയറിയാൽ ആദ്യം ചെയ്യുന്നത് പൊടി വാരി ദേഹത്തിടുകയാണ്. കൃഷ്ണാവബോധമില്ലാത്ത ആളിന്, ആ വഴിക്ക് പരിശീലനം ലഭിക്കാത്ത ആൾക്ക് പാപവൃത്തികൾക്കുള്ള ആഗ്രഹത്തിൽ നിന്നും പൂർണ്ണമായും മോചനമില്ല. യോഗ സാധനകളോ ദാർശനികാഭ്യൂഹങ്ങളോ സകാമ പ്രവർത്തനങ്ങളോ ഒന്നും പാപപൂർണങ്ങളായ വിത്തുകളിൽ നിന്നുള്ള മോചനം ഉറപ്പാക്കുന്നില്ല. ഭക്തിയുത സേവനത്തിൽ നിരതരാവുക മാത്രമേ രക്ഷയ്ക്കു മാർഗമുള്ളൂ. ശ്രീമദ് ഭാഗവതത്തിൽ 4 സ്കന്ധം 22 അധ്യായം 39 ശ്ലോകം സനത് കുമാരന്റെ വാക്കുകളും ഇപ്പറഞ്ഞ കാര്യവും സാക്ഷ്യപ്പെടുത്തുന്നു. മഹാരാജൻ ബലമുള്ള കയറുകൊണ്ടെന്ന പോലെ ഭൗതികാസക്തിത്വവുമായി കെട്ടിവരിഞ്ഞു നിർത്താൻ ശക്തമാണ് മനുഷ്യന്റെ മിഥ്യാഭിമാനം. എന്നാൽ കൃഷ്ണാവബോധത്തിൽ നിരതരായിരിക്കുന്ന ഭക്തന്മാർക്ക് ആ കെട്ടറക്കാൻ എളുപ്പത്തിൽ സാധിക്കും. കൃഷ്ണാവബോധം ഇല്ലാതെ മഹായോഗിയാകാനോ മതാനുഷ്ഠാന നിപുണനാകാനോ ശ്രമിക്കുന്നവർക്ക് ഭക്തന്മാരെ പോലെ പുരോഗമിക്കാനാവില്ല. അതുകൊണ്ട് മിഥ്യാഭിമാനമാകുന്ന മഹാശാപത്തിൽ നിന്ന് ഒപ്പം ഭൗതിക പ്രവർത്തനങ്ങളിൽ നിന്നും മുക്തി നേടാൻ കൃഷ്ണാവബോധത്തിൽ സദാ ഏർപ്പെടുക എന്നത് ഓരോരുത്തരുടെയും പവിത്രമായ ധർമ്മമാണ്. ജയോ രാധ മാധവ ജയോ കുഞ്ച വിഹാരി ജയോ ഗോപീജനവല്ലഭ ജയോ ഗിരിവരധാരി ജയോ ഗിരിവരധാരി ജയോ യശോധനന്ദന വ്രജജനരഞ്ജന യശോധനന്ദന വ്രജജനരഞ്ജന യമുന തീരാ വനചാരി യമുന തീരാ വനചാരി ജയോ രാധ മാധവ ജയോ കുഞ്ച വിഹാരി ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ശ്രേഷ്ഠരായ എല്ലാ ഭക്തരെയും വീണ്ടും വീണ്ടും ഈ ശുഭമുഹൂർത്തത്തിൽ രാവിലെ കാണാൻ സാധിക്കുന്നതിൽ, സംസാരിക്കാൻ സാധിക്കുന്നതിൽ, അവരുടെ സംസാരം കേൾക്കാൻ സാധിക്കുന്നതിൽ വളരെ വളരെ സന്തോഷം. അതും ഒരു ഭാഗ്യം തന്നെയാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാം. ഹരേ കൃഷ്ണ. പറഞ്ഞു നാമജപം എല്ലാവർക്കും വേണ്ടി അത് വളരെ വലിയൊരു സമ്പത്താണ് നാമജപം എന്ന് പറയുന്നത്. അത് ഒരു സെൻസിറ്റീവ് മൊമെന്റിൽ ആ നാമജപം നമ്മളെ സംരക്ഷിച്ചിരിക്കും. നമുക്കറിയത്തില്ല എപ്പോഴാണോ, എങ്ങനെയാണ്, ഏത് രീതിയിലാണ് പോകുന്നത്. നമുക്ക് തരുന്ന മാല, മന്ത്രദീക്ഷ എടുക്കുമ്പോൾ നമുക്ക് തരുന്ന മാല ഗുരു മഹാരാജ് അദ്ദേഹത്തിന്റെ കൈകൾ കൊണ്ട് തന്നെ ഒരു റൗണ്ട് നാമം ജപിച്ചതിന് ശേഷമാണ് ആ മാല നമ്മളിലേക്ക് തരുന്നത്. ഗുരുവിന്റെ ആ അനുഗ്രഹവും ഗുരുവിന്റെ ആ മാസ്മരിക ശക്തിയും ആ മാലയിലുണ്ട് എന്നർത്ഥം. അതുപോലെ തന്നെയാണ് നമ്മൾ കൂട്ടായിട്ടിരിക്കുന്നത്. ആ ഗുരുവിന്റെ അനുഗ്രഹത്തിലൂടെയാണ് മറ്റുള്ളവർക്കും ആ നാമജപം പറഞ്ഞു കൊടുക്കുന്നത്. അത്രത്തോളം ശ്രേഷ്ഠമാണ് നാമജപം എന്ന് പറയുന്നത്. ഹരിർനാമ 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 ഇവ കേവലം കലോ നാസ്തൈവ 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 ഗതിരന്യഥ.
ഇത് ഒരു പുതിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം എവിടെ പോയി കഴിഞ്ഞാലും ഇങ്ങനെ നാമം ഇതെന്താപ്പ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഒരു പുതിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിങ്ങനെ കേൾക്കുമ്പോൾ ഒരു അതിശയകരമായി തോന്നും. എപ്പോഴും എല്ലാവരും എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, എന്താ ഇത്? അതേസമയം നമ്മൾ ആ ക്ലാസ്സിൽ റെഗുലറായിട്ട് വരുമ്പോൾ എപ്പോഴും പറയുന്നതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാവും. ഒരു കാര്യം റിപ്പീറ്റഡ് ആയിട്ട് പറയുമ്പോൾ അത്രത്തോളം പ്രധാനപ്പെട്ടത് എന്ന് അർത്ഥം. നിസ്സാരമല്ല നാമജപം എന്ന്. ഇത് ഈ നാമജപം ജപിച്ചിട്ടാണ് ഈ സൃഷ്ടിജാലങ്ങളെയെല്ലാം, അതായത് ഇന്ന് കാണുന്ന ജീവജാലങ്ങളെയെല്ലാം സൃഷ്ടിക്കാനുള്ള ഒരു ശക്തി ബ്രഹ്മാവിന് കിട്ടിയത് ഇങ്ങനെ ഒരു നാമം ജപിച്ചിട്ടാണെന്ന് ഓർക്കുമ്പോൾ 22 ഗ്രാമങ്ങളിൽ കൊണ്ടുപോയി ഹരിദാസ് ഠാക്കൂറിനെ ചാട്ടവാറിന് അടിച്ച് മുതുകത്തെ തൊലി ഉരിഞ്ഞിട്ടും വേദന എടുക്കാഞ്ഞതിന്റെ അർത്ഥം ഇങ്ങനെ ഒരു നാമജപം ആയിരുന്നത് കൊണ്ട് എന്നാണ് എന്നുള്ളത്. ഏതെല്ലാം പ്രതിസന്ധികളിൽ പ്രഹ്ലാദമകായി തരണം ചെയ്തു, അത് ഇങ്ങനെ ഒരു നാമജപം കൊണ്ടാണ് എന്നുള്ളത്. എത്രയെത്ര ദുഃഖങ്ങളും എത്രയെത്ര പ്രതിസന്ധികളും അർജുനനും കൂട്ടർക്കും അഭിമുഖീകരിക്കേണ്ടി വന്നു. സ്വന്തം മകനെ നഷ്ടപ്പെട്ടും ഒരു ദുഃഖം ഉണ്ടാകാൻ, അങ്ങനെ ഒരു ദുഃഖം ഏശാതെ വന്നത് ഇങ്ങനെ ഒരു നാമജപം കൊണ്ടാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പൊ നമ്മള് വളരെ ശ്രേഷ്ഠമായ, കേൾക്കാൻ പറ്റുന്നുണ്ടല്ല? ഉണ്ട് പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വളരെ ശ്രേഷ്ഠമായ ഒരു മാസമാണ് കടന്നുപോയത്, അല്ലേ? ആണോ അല്ലേ? അല്ലേ? പറയട്ടെ. അതിലെ വളരെ ശ്രേഷ്ഠമായ ദിവസങ്ങളിലൂടെയാണ് അവസാന ദിവസം കടന്നുപോയത്. ഏതായിരുന്നു? ഭീഷ്മപഞ്ചകം അഥവാ വിഷ്ണുപഞ്ചകം. ഭീഷ്മദേവന് ഭഗവാനെ കാത്തിരിക്കുക. ഭഗവാൻ വന്നിട്ട് എന്റെ ജീവൻ ഞാൻ പോവുകയുള്ളൂ. വളരെ ക്ഷമയോടെ വേദനയെല്ലാം സഹിച്ച് ഭഗവാനെ കാത്തിരിക്കുകയാണ്. നോക്കണം, നമ്മൾ ഏതെല്ലാം വേദനയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്, അപ്പോഴും നമുക്ക് ഭഗവാനെ ഓർമ്മിക്കാൻ സാധിക്കണം. അവസാന നിമിഷം ഭീഷ്മദേവൻ നമുക്ക് കാണിച്ചു തരിക. യം യം ഭാവി സ്മരൻ ഭാവം. ശ്ലോകം വരട്ടെ, ഏതാ? മുക്താകലേവരം തം തമേവൈതി കൗന്ദേയ വൈകേയ ലാസ്റ്റ് എനിക്കറിയുന്നില്ല, അതുകൊണ്ടാ. 8:6 ഭഗവത്ഗീത 8:6. സദാ തദ്ഭാവ ഭാവിതാഹ, അല്ലെ? സദാ തദ്ഭാവ ഭാവി എമ്പം വ്യാപിസ്മരൻ ഭാവം. ഏതാണോ, യാതൊന്നിനെ കുറിച്ചാണോ അന്ത്യകാലവേളയിൽ അവസാന സമയത്ത് ഓർമ്മിക്കാൻ സാധിക്കുന്നത്, ലാസ്റ്റിൽ എന്താ പറയുന്നത്? സദാ തദ്ഭാവഭാവിതാഹ, ആ ഭാവത്തിൽ എത്തിച്ചേരും. ഇത്രയേ ഉള്ളൂ കാര്യം. ഭീഷ്മദേവര് അവസാന നിമിഷം ഭഗവാനെ കാത്തിരിക്കുക. ഭഗവാനെ കണ്ടിട്ട് ഞാൻ ഇവിടുന്ന് പോകുള്ളൂ. കൃഷ്ണ, അങ്ങ് എത്ര താമസിച്ചാലും ഞാൻ ഇവിടെ കിടന്നിരിക്കും. ഉത്തരായനമല്ല സത്യത്തിൽ പ്രാധാന്യം, ഭഗവാൻ വരുന്നത് കാത്തിരിക്കുക. അങ്ങനെ അവിടെ പാണ്ഡവർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നതാണ് ചാതുർമാസത്തിന്റെ പ്രാധാന്യത്തെ പറ്റി ഭീഷ്മദേവർ അവിടെ വെച്ച് പറയുന്നുണ്ട്. അങ്ങനെ അവസാനത്തെ 5 ദിവസം ശരിക്കും ഭഗവാനോട് കൂടിച്ചേരാൻ, വേറൊന്നിനെ കുറിച്ചും ചിന്തിക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാരത്തെ പോലും ചിന്തിക്കണ്ട,
ഭഗവാനെ സ്മരിച്ച് അവസാനത്തെ 5 ദിവസം, അതായത് തീവ്രവ്രതം എടുക്കാൻ പറയും. അർജുനന്റെ അടുത്ത് പറയും തീവ്രവ്രതം എടുക്കാൻ ഉപദേശിക്കും. അതാണ് വിഷ്ണു പഞ്ചകം. ശരി, അങ്ങനെ ശ്രേഷ്ഠമായ മാസം കടന്നുപോയി കഴിഞ്ഞു. വേറെ ശ്ലോകത്തിലോട്ട് പോകുന്നതിന് മുമ്പിട്ട് കുറച്ച് കാര്യങ്ങൾ. മറ്റ് മലയാളിയെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ തെക്കേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ആന്ധ്ര, തമിഴ്നാട് സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ശ്രേഷ്ഠമായ മാസം കടന്നു പോവുകയാണ്. ഏതാ? നല്ല മാസം. എന്തോ? വൃശ്ചിക മാസം. നല്ല മാസം. വൃശ്ചിക മാസം. ഹരേ കൃഷ്ണൻ. ഉണ്ടല്ലോ കുറച്ച് കാര്യങ്ങൾ. ഒരു ഭക്തനിലൂടെയാണ്, അല്ലെങ്കിൽ ഒരു ഭക്തിയിലൂടെയാണ് ആ ഭൂമി അറിയപ്പെട്ടത്. ഏതാ ഭക്ത? ശബരി. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം, ഭഗവാനാൽ പ്രസാദിപ്പിക്കപ്പെട്ട, ഭഗവാനാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭൂമിയാണ്, വൈഷ്ണവ ഭൂമിയാണ് ശബരി എന്ന് പറയുന്നത്, ശബരിമല എന്ന് പറയുന്നത്. വൈഷ്ണവ ഭൂമിയാണ്, തപോ ഭൂമിയാണ് ശബരിമല. ഗർഗഭാഗവതത്തിൽ പമ്പയെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അത്രയും സപ്തർഷികളാൽ തപസ് ചെയ്തപ്പെട്ട ഒരു ഭൂമി. അതേസമയം സപ്തർഷികൾക്ക് പോലും കിട്ടാത്ത ഒരു ഭാഗ്യമാണ് ആർക്ക് കിട്ടിയത്? വാൽമീകി മാസം. ശബരിക്ക്. ശബരിക്ക്. അതാണ്, അവിടെയാണ് ഭഗവാന്റെ മായകൾ എന്ന് പറയുന്നത്. ഭഗവാനും നമ്മളും തമ്മിലുള്ള ബന്ധം എത്രത്തോളം, അത് വളരെ സെൻസിറ്റീവാണ്. എത്രയോ അടുപ്പമുണ്ട് വില്വമംഗലം സ്വാമിയാർക്ക്. പക്ഷേ ഗുരുവായൂരമ്പലത്തിൽ ശ്രീകോവിലകത്തിരിക്കുന്ന ഭഗവാന്റെ മൂലസ്വരൂപം കൃഷ്ണനാണ്. മഹാവിഷ്ണുവിന്റെ ഡയറ്റി ആണെങ്കിലും അതിന്റെ മൂലസ്വരൂപം കൃഷ്ണനാണ്. എന്നിൽ നിന്നാണ് എല്ലാം ആവിർഭവിക്കുന്നത്. അഹം സർവസ്യ പ്രഭവോ. അത് മഞ്ജുള എന്ന കുട്ടിക്ക് മാത്രമാണ് കാണാൻ സാധിച്ചത്. ചിന്തിക്കണം നമ്മൾ. അപ്പൊ അങ്ങനെ വളരെ ചുരുക്കി പറയാം ഒന്ന്. അപ്പൊ അങ്ങനെ വളരെ ശ്രേഷ്ഠമായ തപോഭൂമിയാണ്, ആത്മീയതയുടെ ഒരു ഭൂമിയാണ് ശബരിമല എന്ന് പറയുന്നത്. അവിടെ ഇരിക്കുന്ന വിഗ്രഹം വൈഷ്ണവ വിഗ്രഹമാണ്. ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം പറയുന്നതാണ്. ഹരിവരാസനം ചൊല്ലി ആ ഭഗവാനെ എങ്ങനെ ഉറക്കുന്ന അവിടെ?